ഇന്ന് നമ്മൾ ഒരു വർഷത്തിലെ ഓരോ മാസത്തിലെയും പ്രധാനപ്പെട്ട ഹിന്ദു ആഘോഷങ്ങളെക്കുറിച്ചും അവയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി സംസാരിക്കാൻ പോകുകയാണ്. ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ കഥകളും ആചാരങ്ങളും സാംസ്കാരികമായ പ്രാധാന്യവുമുണ്ട്. ഈ വീഡിയോയിലൂടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈ വർണ്ണാഭമായ ലോകത്തേക്ക് നമുക്ക് ഒരു യാത്ര പോകാം. ഭാരതീയ സംസ്കാരം വൈവിധ്യങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു കലവറയാണ്. ഓരോ മാസവും പ്രത്യേകതയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിനും പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മിക്കുന്നതിനും പ്രകൃതിയുടെ മാറ്റങ്ങളെ ആഘോഷിക്കുന്നതിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ആഘോഷങ്ങൾ നമ്മെ ഒന്നിപ്പിക്കുകയും നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അടുത്തറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചൈത്രം. ഹിന്ദു കലണ്ടറിലെ ആദ്യ മാസമാണ് ചൈത്രം. ഈ മാസം വസന്തത്തിന്റെ തുടക്കത്തെയും പ്രകൃതിയുടെ പുനരുജ്ജീവനത്തെയും സൂചിപ്പിക്കുന്നു. ഈ മാസത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിഷു. മലയാളികളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു. ഇത് ചൈത്രമാസത്തിലെ മേടം 1-നാണ് ആഘോഷിക്കുന്നത്. സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണിത്. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുസദ്യ എന്നിവ ഈ ദിവസത്തിന്റെ പ്രധാന ആചാരങ്ങളാണ്. ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷം കൊണ്ടാടുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ഈ ദിവസം ആഘോഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ചൈത്ര നവരാത്രി, വസന്ത നവരാത്രി എന്നും അറിയപ്പെടുന്ന ഈ ആഘോഷം 9 ദിവസത്തെ ആഘോഷമാണ്. ഈ ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. രാമായണത്തിലെ രാമന്റെ വിജയത്തെ അനുസ്മരിക്കുന്ന രാമനവമി ഈ നവരാത്രിയുടെ അവസാന ദിവസമാണ് ആഘോഷിക്കുന്നത്. രാമനവമി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9-ാം ദിവസമാണ് ആഘോഷിക്കുന്നത്. ഇത് ശ്രീരാമന്റെ ജന്മദിനമാണ്. ഈ ദിവസം രാമായണ പാരായണം, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ, രഥഘോഷയാത്രകൾ എന്നിവ നടക്കുന്നു. ചൈത്രമാസം പ്രകൃതിയുടെ ഉണർവിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും മാസമാണ്. ഈ ആഘോഷങ്ങൾ നമ്മെ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വൈശാഖം. ചൈത്രത്തിന് ശേഷം വരുന്ന മാസമാണ് വൈശാഖം. ഇത് വിളവെടുപ്പിൻ്റെയും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയും മാസമായി കണക്കാക്കുന്നു. അക്ഷയ തൃതീയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിവസമാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. ഈ ദിവസം ചെയ്യുന്ന ഏത് കാര്യവും ക്ഷയിക്കാത്ത ഫലം നൽകും എന്നാണ് വിശ്വാസം. സ്വർണം വാങ്ങാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ ദിവസം ശുഭകരമായി കണക്കാക്കുന്നു. മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ചത് ഈ ദിവസമാണെന്നും പറയപ്പെടുന്നു. ബുദ്ധപൂർണിമ വൈശാഖ മാസത്തിലെ പൂർണിമ ദിനമാണ് ബുദ്ധപൂർണിമയായി ആഘോഷിക്കുന്നത്. ഇത് ഗൗതമ ബുദ്ധന്റെ ജന്മദിനം, ബോധോദയം ലഭിച്ച ദിവസം, മഹാപരിനിർവാണം സംഭവിച്ച ദിവസം എന്നിവയായി കണക്കാക്കുന്നു. ബുദ്ധമത വിശ്വാസികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. വൈശാഖ മാസം സമൃദ്ധിയുടെയും ദാനധർമ്മങ്ങളുടെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്യേഷ്ഠം. വൈശാഖത്തിന് ശേഷം വരുന്ന മാസമാണ് ജ്യേഷ്ഠം. ഈ സമയം ഉഷ്ണത്തിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്ന മാസമാണ്. ജലത്തിൻ്റെ പ്രാധാന്യം ഈ മാസത്തിൽ എടുത്തുപറയേണ്ടതാണ്. ഗംഗാദസറ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10-ാം ദിവസമാണ് ഗംഗാദസറ ആഘോഷിക്കുന്നത്. ഭഗീരഥന്റെ പ്രയത്നത്താൽ ഗംഗാദേവി ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമാണിത്. ഈ ദിവസം ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്നത് പുണ്യകരമായി കണക്കാക്കുന്നു. നിർജ്ജല ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസമാണ് നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ ദിവസം ജലം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യകരമായി കരുതുന്നു. ജ്യേഷ്ഠമാസം ജലത്തിന്റെ വിലയും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഷാഢം. ജ്യേഷ്ഠത്തിന് ശേഷം മഴക്കാലം ആരംഭിക്കുന്ന മാസമാണ് ആഷാഢം. ഈ മാസം വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ഗുരുപൂർണിമ ആഷാഢമാസത്തിലെ പൂർണിമ ദിനമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ആദരിക്കുന്ന ദിവസമാണ്. വ്യാസമഹർഷിയുടെ ജന്മദിനം കൂടിയാണ് ഈ ദിവസം. ദേവശേനി ഏകാദശി ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസമാണ് ദേവശേനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ ദിവസം മുതൽ മഹാവിഷ്ണു 4 മാസത്തേക്ക് യോഗനിദ്രയിലാകും എന്നാണ് വിശ്വാസം. ഈ സമയം ചാതുർമാസ വ്രതത്തിന് തുടക്കം കുറിക്കുന്നു. ശ്രാവണം. മഴക്കാലം ശക്തി പ്രാപിക്കുന്ന മാസമാണ് ശ്രാവണം. ഈ മാസം ഭഗവാൻ ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായി കണക്കാക്കുന്നു.
പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും ഈ മാസത്തിലുണ്ടാകും. ശ്രാവണ ശിവരാത്രി. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം ദിവസമാണ് ശ്രാവണ ശിവരാത്രി ആഘോഷിക്കുന്നത്. ഈ ദിവസം ഭക്തർ ശിവൻ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നു. രക്ഷാബന്ധൻ. ശ്രാവണ മാസത്തിലെ പൂർണിമ ദിനമാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. സഹോദരി സഹോദരന്റെ കയ്യിൽ രാഖി കെട്ടുകയും സഹോദരൻ സഹോദരിയെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ദിവസമാണിത്. നാഗപഞ്ചമി. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസമാണ് നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. ഈ ദിവസം നാഗങ്ങളെ ആരാധിക്കുകയും അവർക്ക് പാൽ നൽകുകയും ചെയ്യുന്നു. ശ്രാവണ മാസം ഭക്തിയുടെയും സഹോദരബന്ധത്തിൻ്റെയും പ്രകൃതിയുടെ മനോഹാരിതയുടെയും ഒരു ആഘോഷമാണ്. ഭാദ്രപദം. ശ്രാവണത്തിന് ശേഷം വരുന്ന മാസമാണ് ഭാദ്രപദം. ഈ മാസം ഗണപതിയുടെ ആഘോഷങ്ങൾക്കും പിതൃക്കളെ ഓർമ്മിക്കുന്നതിനും പ്രാധാന്യമുള്ളതാണ്. ഗണേശ ചതുർത്ഥി. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 4-ാം ദിവസമാണ് ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഈ ദിവസം ഗണപതിയുടെ വിഗ്രഹങ്ങൾ വീടുകളിലും പന്തലുകളിലും സ്ഥാപിക്കുകയും 10 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം വിസർജിക്കുകയും ചെയ്യുന്നു. പിതൃപക്ഷം. ഭാദ്രപദ മാസത്തിലെ പൂർണിമ കഴിഞ്ഞുള്ള 15 ദിവസമാണ് പിതൃപക്ഷമായി ആചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ഊട്ടുകയും തർപ്പണം നടത്തുകയും ചെയ്യുന്നു. ഭാദ്രപദ മാസം വിഘ്നങ്ങളെ അകറ്റുന്ന ഗണപതിയുടെ അനുഗ്രഹവും പിതൃക്കളുടെ സ്മരണയും നമുക്ക് നൽകുന്നു. അശ്വിനം. ഭാദ്രപദത്തിന് ശേഷം വരുന്ന മാസമാണ് അശ്വിനം. ഈ മാസം ശക്തിയുടെയും വിജയത്തിൻ്റെയും ആഘോഷങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. ശാരദ നവരാത്രി. അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9 ദിവസമാണ് ശാരദ നവരാത്രി ആഘോഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ വീണ്ടും ആരാധിക്കുന്നു. വിജയദശമി. അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10-ാം ദിവസമാണ് വിജയദശമി ആഘോഷിക്കുന്നത്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ വിജയത്തെയും രാമൻ രാവണനെ പരാജയപ്പെടുത്തിയതിൻ്റെ വിജയത്തെയും ഈ ദിവസം അനുസ്മരിക്കുന്നു. വിദ്യാരംഭം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ദീപാവലി. അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത്. ഇത് വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷമാണ്. രാമൻ രാവണനെ വധിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം പ്രധാനമായും കൊണ്ടാടുന്നത്. അശ്വിന മാസം തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും ശക്തിയുടെ ആരാധനയെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാർത്തികം. അശ്വിനത്തിന് ശേഷം വരുന്ന മാസമാണ് കാർത്തികം. ദീപാവലിയുടെ ആഘോഷങ്ങൾ ഈ മാസത്തിലും തുടരുന്നു. ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും ഈ മാസം പ്രാധാന്യമുണ്ട്. തുളസി വിവാഹം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസമാണ് തുളസി വിവാഹം ആഘോഷിക്കുന്നത്. ഈ ദിവസം തുളസിച്ചെടിയെ മഹാവിഷ്ണുവുമായി വിവാഹം കഴിപ്പിക്കുന്നു. കാർത്തിക പൂർണിമ. കാർത്തിക മാസത്തിലെ പൂർണിമ ദിനം വളരെ ശുഭകരമായി കണക്കാക്കുന്നു. ഈ ദിവസം ദീപം ദാനം ചെയ്യുന്നതും പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നതും പ്രധാനമാണ്. കാർത്തിക മാസം വെളിച്ചത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം വീണ്ടും ഉറപ്പിക്കുന്നു. മാർഗശീർഷം. കാർത്തികത്തിന് ശേഷം വരുന്ന മാസമാണ് മാർഗശീർഷം. ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായി ഈ മാസത്തെ ഭാഗവതത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. മോക്ഷദ ഏകാദശി. മാർഗശീർഷ് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസമാണ് മോക്ഷദ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ ദിവസം ഭഗവത്ഗീതയുടെ ഉദ്ഭവ ദിനമായി കണക്കാക്കുന്നു. മാർഗശീർഷ് മാസം ഭക്തിയുടെയും ആത്മീയ ജ്ഞാനത്തിൻ്റെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൗഷം. മാർഗശീർഷത്തിന് ശേഷം വരുന്ന മാസമാണ് പൗഷം. ഈ സമയം സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറാൻ തുടങ്ങുന്ന കാലഘട്ടമാണ്. തപസ്സിനും സൂര്യൻ്റെ ആരാധനയ്ക്കും ഈ മാസം പ്രാധാന്യമുണ്ട്. മകരസംക്രാന്തിയുടെ മുന്നൊരുക്കങ്ങൾ. പൗഷമാസത്തിലാണ് മകരസംക്രാന്തിയുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നത്. മാഘം. പൗഷത്തിന് ശേഷം വരുന്ന മാസമാണ് മാഘം. ഈ മാസം പുണ്യസ്നാനത്തിനും ദാനധർമ്മത്തിനും വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ്. മകരസംക്രാന്തി. മാഘമാസത്തിലെ ആദ്യ ദിവസമാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണിത്. ഈ ദിവസം പൊങ്കൽ, ലഡ്ഡു തുടങ്ങിയ പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും പട്ടം പറത്തുകയും ചെയ്യുന്നു. മാഘമേള. ഈ മാസം ഗംഗാ നദിയിലും മറ്റു പുണ്യനദികളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് പുണ്യസ്നാനം നടത്തുന്നു. മാഘമാസം പുണ്യകർമ്മങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫാൽഗുനം.
ഹിന്ദു കലണ്ടറിലെ അവസാന മാസമാണ് ഫാൽഗുനം. ഈ മാസം വർണ്ണങ്ങളുടെ ആഘോഷമായ ഹോളിക്ക് പ്രാധാന്യമുള്ള മാസമാണ്. ഹോളി ഫാൽഗുൻ മാസത്തിലെ പൂർണിമ ദിനത്തിലാണ് ഹോളി ആഘോഷിക്കുന്നത്. ഇത് വർണ്ണങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ആഘോഷമാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ഈ ആഘോഷം ഓർമ്മിപ്പിക്കുന്നു. ഫാൽഗുന മാസം സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെയും സന്ദേശം നൽകുന്നു. ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ സൗന്ദര്യവും സന്ദേശവുമുണ്ട്. ഈ ആഘോഷങ്ങൾ നമ്മെ നമ്മുടെ സംസ്കാരവുമായി കൂടുതൽ അടുപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു.